മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്നേഹോപഹാരം മധുരമൊഴി. ഈ മധുരമൊഴിയിൽ നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ജോർജേട്ടനാണ്. ജോർജേട്ടന് പ്രത്യേക ഇൻട്രഡക്ഷൻ ഒന്നുമില്ല. ജോർജേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ എപ്പിസോഡ് ഉണ്ടായിരുന്ന നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ബോബച്ചൻ ചേട്ടനും ടെസ്റ്റ് ചേച്ചിയും ഭരണങ്ങാനത്തു നിന്നുള്ള ഇവരാണ് നമ്മളോടൊപ്പം എന്നുള്ള കുടുംബം. മൂന്നുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക്, എല്ലാവരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, തിരുബലിയിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ലോകം. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ വിശുദ്ധ ബലിയുടെ മറ്റു പല മേഖലകളും ചർച്ച ചെയ്തു. അൾത്താറയാണ് എല്ലാത്തിൻ്റെയും നമുക്ക് ആശ്രയ കേന്ദ്രം, എല്ലാത്തിനും ഉത്തരമെന്നൊക്കെ. ഇവിടെ നമ്മൾ ഒരു ഹൃദയപൂർവ്വം എങ്ങനെ ബലിയിൽ പങ്കെടുക്കണം, എങ്ങനെയാണ് വിശുദ്ധ ബലി എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്, ഞാൻ അറിയാതെ തന്നെ വലിയൊരു മാറ്റത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ ഫോർമേഷനൊക്കെ എങ്ങനെ ഇത് കാരണമാകുന്നു എന്ന് നമ്മൾ നോക്കിക്കാണുകയാണ്. നമ്മൾ ആദ്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോർജേട്ടനിലേക്കാണ് പോകുന്നത്. ഇവിടെ കൂടെ ഉള്ളത് വെച്ച് ഏറ്റവും കൂടുതൽ ബലിയിൽ പങ്കെടുത്തിരിക്കുന്ന ആൾ ജോർജേട്ടനാണല്ലോ. അപ്പോൾ ജോർജേട്ടൻ തന്നെ, ജോർജേട്ടൻ ഈ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മാറ്റം വിശുദ്ധ ബലിയിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ട ഒരു ഡിസ്പൊസിഷൻ, ഇതിനെ പറ്റിയൊക്കെ ജോർജേട്ടനെ ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് തോന്നുന്നത് ഒരു വിശുദ്ധൻ്റെ വചനമുണ്ട്, വാക്യമുണ്ട്, വിശുദ്ധൻ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നാം എന്ത് ഭക്ഷിക്കുന്നോ നമ്മൾ അതായിത്തീരുന്നു, നാം എന്ത് ഭക്ഷിക്കുന്നോ അതായിത്തീരുന്നു എന്നൊരു പ്രയോഗം. അത് വാസ്തവത്തിൽ സാർത്ഥകമാകുന്നത് കുർബാനയുടെ കാര്യം. ഒരു മോഡേൺ സൈക്കോളജി കൂടെയാണ്. യു വാട്ട് യു തിങ്ക്, നീ ചിന്തിക്കുന്നത് എന്തായിത്തീരുന്നു അപ്പോൾ പരിശുദ്ധ കുർബാന സംബന്ധിച്ചുള്ള ഉണ്ടാകുന്നൊരു പ്രത്യേകം ഞാൻ എപ്പോഴും ആലോചിച്ചു നോക്കുന്നുണ്ട്, എന്തായതെന്ന്. എന്തിനാണ് കുർബാന, എന്തിനാണ് ദിവ്യബലി നമുക്ക് വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ഒന്നാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടുള്ള ബലിയായത്. അല്ലാതെ ഓരോ കുർബാനയിലും യേശുവിൻ്റെ ബലി പുനരാവർത്തിക്കപ്പെടുന്നില്ല. ആവർത്തനക്ഷമമല്ലാത്തതും ആവർത്തനത്തിൻ്റെ ആവശ്യമില്ലാത്തതും ഏകമായ ഒരു ബലിയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. അതേസമയം അത് സംഭവിച്ച് കഴിഞ്ഞു പോയിട്ടില്ല, അതിപ്പോഴും ലൈവാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു അനുഭവത്തിലേക്കാണ് ദിവ്യബലി നമ്മളെ കൊണ്ടുവരുന്നത്. 2000 ചില്ലുവാനും കൊല്ലങ്ങൾക്ക്, അല്ലെ 2000-ത്തിനപ്പുറം കൊല്ലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഏക ബലിയിൽ ദൃക്സാക്ഷികളും അനുഭവക്കാരുമായി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നൊരു ടിക്കറ്റായത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് യോഹന്നാൻ്റെയും മറിയത്തിൻ്റെയും അടുത്ത് നമുക്കൂടി ഒരു സ്ഥാനം ഉറപ്പാക്കുക. ശരി പറഞ്ഞാൽ അതൊരു അനുഭവം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മളുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആ ബലിയിൽ ഇന്ന് നമുക്കൊരു ഭാഗഭാഗം കാലത്തിൻ്റെ ആ അതിരുകൾ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് ദൈവം നമുക്കൊരു അനുഭവം. അതാണ് വാസ്തവത്തിൽ ബലി. അതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മുടെ മദർ തെരേസയുടെ പള്ളിയിലെ ആ ചാപ്പലിൻ്റെ സൈഡിൽ വൈദികർ തിരുവസ്ത്രങ്ങൾ അണിയുന്ന സ്ഥലത്ത് ചെറിയൊരു വാചകം എഴുതി വെച്ചൊന്ന് പലയിടത്ത് വായിച്ചു കേട്ടിട്ടുണ്ട്. അല്ലയോ പുരോഹിത, ഇത് നിൻ്റെ ആദ്യബലിയായും നിൻ്റെ അന്ത്യബലിയായും ഏകബലിയായും കരുതി അർപ്പിക്കുക. അത്രയും പ്രിപ്പറേഷനും അത്രയും പ്രാധാന്യവും കൊടുത്ത് അർപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ലക്ഷ്യം അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബലിയിലാണ് നമ്മൾ പങ്കെടുക്കുന്ന, അതിനൊരു അവസരം നമുക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ മാറ്റം ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. അതല്ലേ, അവനെ കുത്തിത്തുളച്ചവനും അവനെ തെറി വിളിച്ചവരും അവൻ സത്യമായും ദൈവപുത്രനാണ്. അതിലപ്പുറം ഒരു രക്ഷാകരമായ ബലി എന്ന് പറയുന്നത്. അവിടെ തന്നെ രക്ഷ ഒഴുകി രക്ഷയുടെ വല്ലാത്ത കാഴ്ച കിട്ടി. ഞാൻ ഫിസിക്കലായിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ഫിസിക്കലായിട്ടുള്ള അത്ഭുതം ഒരുപക്ഷെ ധാരാളമായിട്ടുണ്ടാകാൻ സാധിക്കും. പക്ഷെ മനുഷ്യൻ്റെ മനസ്സിനുണ്ടാകുന്ന മാറ്റമായിരിക്കും ഇച്ചിരി കൂടുതൽ ബുദ്ധിമുട്ട്. അപ്പോൾ യേശുവിനെ കുരിശിലേറ്റിയവൻ, താഴെ നിന്നുകൊണ്ട് അസഭ്യം വിളിച്ച് പറഞ്ഞവർ, ഇവരെല്ലാവരോടും ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാടാന്ന് വെല്ലുവിളിച്ച് ഈ ഗ്രൂപ്പിൽ നൃത്തം പറയുകയാണ്, സത്യമായും അവൻ ദൈവപുത്രനായിരുന്നു എന്ന് സാക്ഷ്യം പറയാൻ അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബലിയിൽ പങ്കെടുത്തതിൻ്റെ, ആ ബലിയിലാണ് നമ്മളോട് പങ്കെടുക്കുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് നമ്മിലും സ്വാഭാവികമായിട്ട് സംഭവിക്കണം. ഇത് നമ്മൾ മനഃപൂർവ്വം ഞാൻ കരുതുന്നില്ല കേട്ടോ, ആ മാറ്റം എനിക്കും വരണം, എനിക്കെന്താ മാറ്റം, ആ ബലം പിടുത്തമല്ല, അതൊരു സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെയാണ്. അങ്ങനെ ഞാൻ വേറൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൻ്റെ മരണക്കിടക്കയിൽ നമ്മൾ അരിയെ നിൽക്കുമ്പോൾ അപ്പൻ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അവസാനം അതുവരെ പറഞ്ഞു കേൾക്കാണെന്ന മകനായിരിക്കും.
അതുവരെ പറഞ്ഞത് കേൾക്കാതെന്ന മകൻ പോലും അപ്പൻ അവസാനം എന്നതാ പറയുന്നത് അതിനുവേണ്ടിയാവും പിന്നെ ജീവത്യാഗം ചെയ്യും. അത് അപ്പൻ അവസാനം പറഞ്ഞാൽ ഞാൻ ചെയ്യും ഇല്ലേ? അപ്പോൾ ഇതൊന്നും അവനോട് പറഞ്ഞ് നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്ത് അവന് മാറ്റം വരുത്താവുന്ന സംഭവം അവനോട് തന്നെ ബലം പ്രയോഗിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ അപ്പൻ മരിക്കാൻ കിടക്കുകയാണ്, പറഞ്ഞ ഇതാണ്, ഇതിനു വേണ്ടിയാണ് പുള്ളി മരിച്ചത് എന്നൊക്കെ ഒരു തോന്നൽ വരികയാണെങ്കിൽ സ്വാഭാവികമാകും വേറൊരാളായിട്ട് മാറുക. അതുകൊണ്ടായി താൻ തോന്നി ഇവിടെ വെച്ച് അനുസരണക്കാരനായിട്ട് മാറുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഏതാണ്ട് ഈ ടൈപ്പിലൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഇതേ ഒരു ലെവലിലുള്ള ഒരു ഉദാഹരണം ഒരു പുരോഹിതൻ ദേവാലയത്തിൽ കുഞ്ഞുങ്ങൾ കുറേ ബുദ്ധിമുട്ടൊക്കെ കാണിച്ച് യുവാക്കളൊക്കെ വിശുദ്ധ ബലിയിൽ അലക്ഷ്യമായിട്ട് പങ്കെടുത്തപ്പോൾ ഒത്തിരി വേദനയോടെ ഒരു വൈദികൻ പറഞ്ഞ പ്രസംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. വൈദികൻ ഇങ്ങനെ ആൾത്താരയിൽ നിന്ന് ചങ്കുരുകി പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ അപ്പൻ്റെ ശരീരം ഒരു ടേബിളിൽ കടത്തിയിരിക്കുന്നു, കുറേ പേര് പിടിച്ച് കെട്ടി കടത്തിയിരിക്കുന്നു, എന്നിട്ട് കയ്യിൽ കത്തി എടുത്തിട്ട് ആ അപ്പൻ്റെ ചങ്കിലേക്ക് കത്തിയങ്ങ് വെച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചിരിച്ചിട്ട് കൊള്ളാട്ടാ, അപ്പൻ്റെ ചങ്കിൽ കത്തി വെച്ച്, മനോഹരമായി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പൻ്റെ ചങ്കിലേക്ക് കത്തി അങ്ങ് ഇറക്കി വിടുകയാണ്, ചോര ചീറ്റിയാണ്. ചുമന്ന ചോര വന്നു. നല്ല രസം. ഓരോ കഷ്ണങ്ങൾക്ക് മുറിച്ച് മാറ്റുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും നിൽക്കുമോ മക്കളെ? അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഇവിടെ മുറിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ? പുരോഹിതൻ കരഞ്ഞോണ്ടൊക്കെ ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് എൻ്റെ ഹൃദയം വല്ലാണ്ട് നുറുങ്ങിപ്പോയായിരുന്നു. ശരിക്കും ആ ഒരു വിശുദ്ധ ബലി അത്രയും പ്രധാനപ്പെട്ട, അത്ര ലൈവായ കാര്യമാണെന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ തലമുറയൊക്കെ കുറച്ച് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ എൻ്റെ ഒരു ഹൈന്ദവനായ സുഹൃത്തുണ്ട് രാഹുലേട്ടൻ്റെ മറ്റു വലിയ കാര്യം വിശുദ്ധ ബലിയെ പറ്റി. എൻ്റെ വിശുദ്ധ ബലിയെ പറ്റിയുള്ള മെയിൻ പഠനങ്ങളെല്ലാം എനിക്ക് ഈ സഹോദരൻ തന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് വേറെ സ്ഥലത്ത് വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത സമയത്ത് മൊബൈൽ ഇങ്ങനെ താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ തറയിൽ മൊബൈലിൽ പെട്ടെന്ന് മൊബൈൽ അടിച്ച്, സൈലൻ്റ് ആണ് മൊബൈൽ, ഇങ്ങനെ നമുക്ക് വൈബ്രേഷൻ കിടന്ന് മൂളുന്നത് കാണാം. നമുക്ക് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടനങ്ങ് നോക്കി, എന്നിട്ട് പതുക്കെ അത് കാലിൽ തട്ടി കാർപ്പറ്റ് സൈഡിലേക്ക് മാറ്റിയിടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ചേട്ടൻ ചോദിച്ചു, ചേട്ടാ ഫോൺ അടിച്ചല്ലോ, ആരായിരുന്നു, എന്തായിരുന്നു? മോനെ, അത് പുള്ളി അന്ന് ജോലിയൊന്നും കിട്ടാതെ കുറേ ലക്ഷങ്ങൾ കടത്തിലൊക്കെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛാ അത് എനിക്കൊരു ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കമ്പനിയിൽ നിന്ന് വിളിച്ചാൽ ഏകദേശം 1,00,000 രൂപയോളം 5-6 വർഷം മുമ്പ് കിട്ടേണ്ട ജോലിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് എടുത്തുകൂടായിരുന്നോ? അല്ല, എടുക്കാൻ പറ്റില്ല, വിശുദ്ധ ബലി എടുത്തില്ല, ആ ജോലി പോയി. ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് മണ്ടനാ, നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി ഫോൺ എടുത്ത് നല്ല ജോലി കിട്ടത്തില്ല കൂട്ടും? എൻ്റെ പൊന്നച്ചാ, എങ്ങനെ അതിനേക്കാളും പ്രാധാന്യമുള്ള കാര്യം ഈ വിശുദ്ധ ബലി സംഭവിക്കുമ്പോൾ എനിക്കിതെങ്ങനെ ചെയ്യാം? ഒരു ഹൈന്ദവൻ്റെ ചിന്തയെന്ന് പറയുക ഇത്രയും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയൊക്കെ നമ്മൾ വിശുദ്ധ ബലിക്കുള്ളിൽ, വിശുദ്ധ ബലിയുടെ ഉള്ളിൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ കാണിക്കേണ്ട മനോഭാവങ്ങളും നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ ദേവാലയത്തല്ല, ശരിക്കും നമ്മൾ ജോർജേട്ടൻ പറഞ്ഞു തുടങ്ങിയത് പോലെ നമ്മൾ കാൽവരി മലയുടെ മുകളിൽ തമ്പുരാൻ്റെ ഒപ്പം നിന്ന് ആ വിറ്റ്നസ്സുകളാവുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് ഞാൻ ബോബച്ചേട്ടനിലേക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ബോബച്ചേട്ടൻ ഒരു വക്കീലാണ്. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിൽ ഏകദേശം 7-8 വർഷങ്ങളായിട്ടൊരു ഫുൾ ടൈം പോലെയൊക്കെ ഓടിയിരുന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഈ തിരക്കുകളുടെ ഇടയിൽ വിശുദ്ധ ബലി നഷ്ടപ്പെടുത്താത്ത 16 വർഷം പോയി എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അതെനിക്ക് ചോദിക്കാൻ പറ്റാത്തൊരു ചോദ്യമായിരുന്നു. എങ്ങനെ ഇതൊന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നു? അത് ഞാൻ പറയുമ്പോൾ എൻ്റെ ജോലിയാണെങ്കിലും ഇതെല്ലാം ഞാൻ വിശുദ്ധ കുർബാനെ അനുസരിച്ചാണ് ക്രമീകരിക്കുന്നത്. എൻ്റെ യാത്രയും എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളും എന്താണെങ്കിലും ആ കുർബാനയുടെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ അതെല്ലാം ക്രമീകരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ചില ദിവസം രാവിലെ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അത് പങ്കെടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ കണ്ടെത്തിയിരിക്കും. ഞാനത് മുൻപേ കണ്ടുപിടിച്ചാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ആണെന്നെങ്കിൽ നമുക്ക് അവിടുത്തെ കുർബാനയുടെ ടൈമും ആ പള്ളി അതൊക്കെ ഞാൻ ആദ്യം പോകുമ്പോൾ തന്നെ അതൊക്കെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് സ്ഥിരം പോകുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രധാനമായിട്ടും പാളയം പള്ളിയുണ്ട്, ലൂർദ് പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ജോലി കാര്യങ്ങൾ കഴിയും. രാവിലെ തന്നെ ഓഫീസ് വർക്ക് കഴിയും. പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ പാലായിൽ പറഞ്ഞേക്കണമെന്ന് തോന്നി എനിക്കൊരു കുർബാനയ്ക്ക് പങ്കെടുക്കാനായിട്ടുള്ള രാത്രി വൈകുന്നേരം അല്ല എന്താണേലും ഒരു 5-6 മണി 7 മണിയാവും ട്രിവാൻഡ്രത്ത് നമ്മൾ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് ഒരു ഉച്ചയ്ക്ക് പള്ളി അടയ്ക്കും. അപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ അവിടെ പബ്ലിക് ലൈബ്രറി പോയിരുന്ന് എന്തെങ്കിലും പുസ്തകം വായിക്കും. പുസ്തകങ്ങൾ കൊണ്ടുപോകും, ഇങ്ങനെ ആത്മീയ പുസ്തകങ്ങളും അല്ലെങ്കിൽ ചെറിയ ബൈബിൾ കാണും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ പള്ളി തുറക്കുമ്പോൾ തൊട്ട് അവിടെ ഇരുന്ന് ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്. പക്ഷേ എനിക്കതുകൊണ്ട് എനിക്കൊരു വിഷമമോ നഷ്ടമോ, എനിക്കത് പങ്കെടുത്തില്ലെങ്കിലാണ് കൂടുതൽ നമ്മളെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത്ര എളുപ്പമുള്ളതല്ലെങ്കിലും എനിക്ക് തോന്നുന്നു അതിന് കൊടുക്കുന്ന ആ മൂല്യം
കുർബാനയ്ക്ക് കൊടുക്കുന്ന മൂല്യം കൊണ്ടാണ് 5-6 മണിക്കൂർ കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്ത് കുർബാനയ്ക്ക് ഓക്കെ സമ്മതിച്ചു. പക്ഷേ ശാരീരികമായ രോഗങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയല്ലേ? അല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? അല്ലെ അന്നേരം എന്ത് ചെയ്യും? അത് ഞാൻ ഓർക്കുന്നുണ്ട്. പല പ്രാവശ്യം ഈ ബോച്ചന് ആദ്യമൊക്കെ നടുവിന് വേദന നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. കാരണം ഒരു പൊസിഷനിൽ നിന്ന് അനങ്ങാനെ തിരിയാനും പറ്റാത്തൊരവസ്ഥ. നേരെ സ്റ്റക്കായിട്ട് നിൽക്കണം. കാരണം ഇവിടെയൊക്കെ വല്ലാണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും പോകണ്ട, ഈ നടന്നങ്ങ് പോകുമ്പോഴത്തേനും കൂടും, നടുവിന് വേദന കൂടും. പക്ഷേ പുള്ളി സമ്മതിക്കത്തില്ല. രാവിലെ പോകുമ്പോൾ ശരിക്കും പോകുന്ന കണ്ട് നമുക്ക് സങ്കടം തോന്നും. റോബോട്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. വളവും ചെരുവൊന്നും നേരെ ഇങ്ങനെ ചലനം വരാതെ നടക്കുക, അങ്ങനെയാണ് പോകുന്നത്. അതുപോലെ പനിയും എന്ത് കടുത്ത പനിയാണെങ്കിൽ പോലും കുർബാനയിൽ അങ്ങനെയുള്ള അവസരങ്ങൾ, പനി വരുന്ന അവസരത്തിൽ ഞാൻ കഴിവതും ഏറ്റവും മുമ്പിൽ തന്നെ പോയി നിന്നാണ് കുർബാനയെ പങ്കെടുക്കുക. ആർക്കും പനി കൊടുക്കാതിരിക്കാൻ. അല്ല, അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി ഒരു അല്പം പുറകോട്ട് മാറി നിന്ന് മറ്റുള്ളവർ അല്ലെങ്കിൽ സ്ഥിരമായി പോകാത്ത ചിലപ്പം ദേവാലയത്തിൽ പോകും. നമ്മളെ ആരും അങ്ങനെ അറിയാതെ. അപ്പോൾ എന്താണേലും പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ ഒരു കാരുണ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം എനിക്ക് അങ്ങനെ ഒരു മുടങ്ങാൻ ഉള്ള ഒരു ഇതുവരെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നത് പോലെ അങ്ങനെ ഒരു ഇടവ് കർത്താവ് ഒരുക്കിയിട്ടില്ല. അതൊരു കൃപയായിട്ട് ഞാൻ കാണുകയാണ് ദൈവത്തിൻ്റെ. പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും നിങ്ങളൊരു വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള ഔദ്യോഗികമായ പഠനമുള്ള ഒരു പഠന ക്ലാസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ റിഫ്ലക്ഷൻ ആയിട്ടോ ചിന്തിക്കരുത്. മറിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുറച്ച് സാധാരണക്കാർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് പലരും, എനിക്ക് തോന്നുന്നു ഒത്തിരി പ്രായമായവർ പോലും വിശുദ്ധ കുർബാനയെ പറ്റി ചോദിച്ചിട്ട് കുഞ്ഞു സംശയം ഇതാണ്: അച്ഛാ എത്ര പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാം? ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എത്ര വിശുദ്ധ കുർബാനയിൽ യോഗ്യതയോടെ പങ്കെടുക്കുന്നോ പൂർണ്ണതയോടെ പങ്കെടുക്കുന്നോ അത്ര വിശുദ്ധ കുർബാന ഒരു ദിവസം സ്വീകരിക്കാം. അത് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കേണ്ട ആവശ്യം വന്നോ അത് ഉറപ്പായിട്ട് സ്വീകരിക്കാം. പക്ഷെ മറുപരമായിട്ട് എനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുള്ളത് പല വ്യക്തികളും പള്ളിയിൽ വന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്ന കണ്ടിട്ടുണ്ട്. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വിളിച്ചു ചോദിച്ചു, എന്താ മോനെ അല്ലെ മോളെ വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ? അപ്പോൾ അച്ഛാ കുമ്പസാരിച്ചിട്ട് ഇന്ന് ഒരുങ്ങാൻ പറ്റിയില്ല, ഇന്നലെ കുഞ്ഞ് തെറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഒരു രീതിയിൽ സാത്താൻ ഒരു മറ സൃഷ്ടിക്കുന്നതാണ്. കൊച്ചു തെറ്റുകളുടെ പേരിലൊക്കെ നമ്മൾ വിശുദ്ധ കുർബാന തന്നെ പാപമോചകമായ തിരുബലിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് ഈശോയോട് അർപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ബലിയിൽ തന്നെ ലാറ്റിൻ ലിറ്റർജിയിലായാലും സീറോ മലബാർ ലിറ്റർജിയിലായാലും നമ്മുടെ മലങ്കര കുർബാനയിലായപ്പോലും ഓരോ പോർഷനുണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അത് നന്നായിട്ട് നമ്മളൊന്ന് ഉപയോഗിച്ച് തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. എനിക്ക് തോന്നുന്നു അച്ഛനിപ്പോൾ ഇത് പറഞ്ഞു വന്നപ്പോൾ പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്കിട്ടൊരു കൊളുത്ത് കൊണ്ടതുപോലെ തോന്നുന്നു, ഒരു കുത്തു കൊണ്ടതുപോലെ. കാരണം വെച്ചാൽ ഞാൻ ഈ കാര്യത്തിൽ അല്പം കൂടി റിസർവ്ഡ് ഒന്നും എന്താ പറയേണ്ട, അല്പം കൂടി ഒരിതുണ്ട്. കാരണം എൻ്റെ ചിന്താഗതി ഇതാണ്. അപ്പോൾ അച്ഛനത് ഇപ്പോൾ ഇത് ഇങ്ങനെ പറഞ്ഞ പരിസ്ഥിതിയിൽ എനിക്ക് കൂടി അതൊരു ഒരു ഡയലോഗ് വെച്ചോട്ടെ. ഇതൊരു ലൈസൻസ് ആയിട്ടല്ല കേട്ടോ പറഞ്ഞത്. എന്നാൽ പിന്നെ നമുക്ക് എന്ത് തെറ്റ് ചെയ്താലും വിശുദ്ധ കുർബാന മരണകരമായ തെറ്റുകളോ അല്ലെങ്കിൽ ആത്മാവിനെ ഹനിക്കുന്ന തെറ്റുകളോ ഇതിന് ഉറപ്പായിട്ട് മാരകമായ തെറ്റുകൾ പറഞ്ഞാൽ അതാണല്ലോ. മാരകപാപങ്ങൾ ഉറപ്പായിട്ട് കുമ്പസാരിച്ച് തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. കുഞ്ഞു തെറ്റുകളുടെ പേരിൽ ഒരിക്കലും വിശുദ്ധ കുർബാന നഷ്ടപ്പെടുത്തുകയും ചെയ്യരുത്. ശരി, ഇതിനിടയ്ക്കത്തെ നൂൽപ്പാലം കണ്ടെത്തുക ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപക്ഷെ എന്നെപ്പോലെ ഒട്ടേറെ പ്രേക്ഷകരും കാണുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ പൗലോസ്ലീഹ വളരെ ശക്തമായ ചില താക്കീതുകൾ നൽകുന്നുണ്ട്. നിങ്ങളിൽ ചിലർ രോഗികളായിരിക്കുന്നതും ചിലർ മരിച്ചു പോയിരിക്കുന്നതിനും കാരണം ഇതൊന്നും ഒരിക്കലും ജലദോഷം വന്ന കാര്യമോ ക്യാൻസർ വന്ന കാര്യമോ അല്ല. ഈ രോഗം എന്ന് പറയുന്ന ആത്മീയ തലങ്ങളിലുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ്. അപ്പോൾ മരിച്ചു പോവുക എന്ന് പറയുമ്പോൾ സഭയിൽ നിന്ന് വിട്ടുപോവുക എന്നും അല്ലെ ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിന്നും അകന്നു പോവുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും മാരകമായ ഒരു കാര്യമാണ് യോഗ്യതയോടെ അല്ലാത്ത ബലിയർപ്പണം എന്നൊരു ഭീഷണി നിലവിലുണ്ട്. ഇപ്പം ഇതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും കുർബാന സ്വീകരിക്കാതെ മാറുന്ന അച്ഛൻ പറഞ്ഞ ആ ആൾക്കാരുടെ ഗണത്തിലേക്ക് ഞാൻ വന്ന് പെട്ടു പോകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംശയം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാമോ സ്വീകരിക്കാൻ പറ്റും, ഇങ്ങനൊരു സംശയം വന്നു കഴിയുമ്പോൾ ഞാൻ പെട്ടെന്ന് സുരക്ഷിതമായൊരു പാത, അതായത് സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പാത. പക്ഷേ ഈ സ്വീകരിക്കുന്നില്ല എന്ന പാത തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തവത്തിൽ കർത്താവിനെ എനിക്ക് വേണ്ട എന്നല്ല ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ആവശ്യം എനിക്കില്ലെന്നോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇതിവിടെ ഒന്നും തർക്കമില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു ഉയർന്ന ബോധം കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എനിക്കറിയില്ല ഏതാണ് ശരിയെന്ന്. ഇവിടെ ഞാൻ സേഫ് സൈഡ് പിടിക്കുകയാണ്. പക്ഷേ
അതേസമയം ഞാൻ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സിറമോക്രമത്തിലാണെങ്കിൽ ആ കുർബാന എടുത്ത് വൈദികനെ ഉയർത്തുന്ന ഒരു സന്ദർഭമുണ്ട്. തലയ്ക്ക് മുകളിൽ, അപ്പം പുറംതിരിഞ്ഞ നിലയാണെങ്കിൽ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന ഭാഗമുണ്ട്. ഈ സമയത്ത് അത് വളരെ ദിവ്യമായൊരു നിമിഷമാണെന്നാണ് പറയുന്നത്. കർത്താവ് ആ രൂപത്തിൽ പരിശുദ്ധാത്മാ ആ നോക്കുന്ന, അപ്പം അന്നേരം ആ തിരുവോസ്തിയിലേക്ക് നോക്കുന്നത് വരപ്രസാദദായകമായ ഒരു ഇതാണെന്നൊരു പഠനമുണ്ട്. അപ്പം ഞാൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ ഇൻവേരിയബിളി ഞാൻ ഈ രംഗം വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കും. കാരണം അതൊരു കുർബാന സ്വീകരണം, ആത്മനാ ഉള്ള ഒരു സ്വീകരണത്തിൻ്റെ അത് വിട്ടുപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അത് വാസ്തവ കുർബാന സ്വീകരിക്കുന്നില്ലെങ്കിൽ കുർബാന പൂർണ്ണമാകുന്നില്ല. അത് എങ്കിലും നമ്മൾ എങ്കിലും നമ്മൾ, അപ്പോൾ അത് നമ്മുടെ മറ്റേത് എനിക്ക് തോന്നുന്നു കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്ന ഭാഗം ശരിയാണെന്ന് ഞാൻ വാദിക്കുകയല്ല, പക്ഷെ ഞാൻ ചെയ്തു പോകുന്ന ഒരു രീതി ഇങ്ങനെയാണ്. എനിക്ക് പറ്റിയില്ല കർത്താവെ, വിഷമം ഉണ്ട്, എനിക്കറിയില്ല ഏതാണ് ശരിയെന്ന്. എന്താണെങ്കിലും ഞാൻ കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ പകരം നീ എന്നെ യോഗ്യനായി എണ്ണുന്നെങ്കിൽ നിനക്ക് സാധിക്കും എന്നിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. അത് ഈ കൗതാശികമായ സ്വീകരണത്തിൻ്റെ ഒപ്പം ബലത്തോടെ കടന്നു വരാനും സർവശക്തനായ നിനക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഇതാണ് തിരുസഭയുടെ പഠനം. നമുക്കൊന്ന് പറഞ്ഞൊന്ന് ആ ഭാവം ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ നല്ലതായിരിക്കും. തിരുസഭ നമ്മളെ കാനൻ നിയമങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് ലഘുവായ പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധബലിയിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് വിശുദ്ധ ചെയ്തിരിക്കാം. മാരകമായ പാപങ്ങൾ ചെയ്താൽ നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതിനകത്തോണ്ട് ചെറിയ ക്ലോസ് വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ യാതൊരു ഒഴിവ് കഴിവുകളും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് വിശുർബാൻ സ്വീകരിക്കുകയും ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ വൈദികനെ കണ്ടെത്തി നമുക്ക് കുമ്പസാരത്തിലൂടെ കടന്നു പോവുകയും ചെയ്യണം എന്നുള്ളതാണ് തിരുസഭ നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പരമാവധി കുർബാന സ്വീകരിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ, കാരണം അതതിൻ്റെ പ്രാധാന്യത്തിലുള്ളതാണ്. കാരണം നമുക്ക് ജീവൻ്റെ അപ്പം, അത് തന്നെയല്ല ജീവൻ്റെ അപ്പമായി എഴുന്നള്ളി വരുന്ന ജീവൻ്റെ അപ്പം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. ശരിക്കും നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൊക്കെ നമ്മൾ വളരെ പങ്കെടുക്കുമ്പോഴേ വലിയ അപ്പത്തിന്റെ രൂപത്തിൽ ഈശോയ്ക്ക് നമ്മൾ വളരെ എത്രയോ ഭയഭക്തിയോടെ, അതുപോലെ ദിവ്യകാരുണ്യ പ്രദക്ഷിണമൊക്കെ എത്രയോ ആഘോഷമായിട്ടും വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ അതേ ഈശോയാണ് നമ്മളിലേക്ക് ഈ വിശുദ്ധ കുർബാനയിലൂടെ വരുന്നത്. അപ്പോൾ എനിക്കെപ്പോഴും അങ്ങനെ ഒരു ചിന്ത എപ്പോഴും കുർബാന നടക്കുന്നു. ആ ഈശോ തന്നെയാണല്ലോ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ നാവിൽ വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി തീർന്ന. ഇതൊരു കുഞ്ഞു പണ്ടെന്നോട് സംശയം ചോദിച്ചതാണ്. അപ്പോൾ എൻ്റെ ഒരു ബന്ധു തന്നെയാണ്, ഇപ്പോൾ അവൾ വലിയ കൊച്ചായി. അപ്പോൾ അവൾ പറയാണ്, നിങ്ങളെ അച്ഛന്മാരൊക്കെ ഭയങ്കരന്മാരാ, നിങ്ങൾ വലിയ അപ്പം വാഴ്ത്തിയിട്ട് അത് നിങ്ങൾ തന്നെ കഴിക്കും, ഞങ്ങൾക്ക് പൊട്ടും പൊടിയൊക്കെ തരും അത്. പക്ഷേ ഈ പൊട്ടും പൊടിയിലും പോലും ഈശോ പൂർണ്ണമായിട്ട്, പൊട്ടും പൊടിയല്ല, നമുക്ക് പൂർണ്ണമായ അപ്പം തന്നെ എല്ലാവർക്കും തരുന്നത്. ആ പൂർണ്ണമായ അപ്പത്തിൽ ഈശോ ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോർജ് ചേട്ടൻ ഇങ്ങനെ ആത്മനാ ഉള്ള വിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഉപകാരപ്പെടാവുന്നൊരു കാര്യം, ആദ്യ കുർബാന സ്വീകരിക്കാത്ത കുഞ്ഞുങ്ങൾക്കും ഈ ആത്മാന വിശുദ്ധ കുർബാന സ്വീകരിക്കാം. ഒരിക്കലൊരു പള്ളിയിൽ പോയപ്പോൾ, ഒരു വലിയൊരു പള്ളിയിൽ പോയപ്പോൾ എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചൊരു സംഭവം ഉണ്ടായി. ഞാൻ വിശുദ്ധ കുർബാന ഒത്തിരി വലിയ സൺഡേ സ്കൂൾ കുർബാനയാണ്. സൺഡേ സ്കൂൾ കുർബാന ആകുമ്പോൾ അറിയാമല്ലോ, ആദ്യത്തെ ഒരു 5-6 റോ അങ്ങ് പെട്ടെന്ന് ഇരിക്കും ദിവ്യകാരുണ്യ സ്വീകരണ സമയമാകുമ്പോൾ. കാരണം ആദ്യത്തെ എല്ലാം പിള്ളേരാണല്ലോ, കൊച്ചു പിള്ളേരാണ്. അപ്പം അങ്ങനെ ഈ ചീട്ടോട്ടാൻ വീഴുന്ന പോലെ എല്ലാവരും പെട്ടെന്ന് ഇരിക്കും. ബാക്കിയുള്ളവർ മാത്രം എഴുന്നേറ്റ് വിശുദ്ധ കുർബാന സ്വീകരിക്കും. നമുക്ക് രസകരമായ കാഴ്ചയും കൂടിയാണ്. ഞാൻ ഒരിക്കൽ ഒരു പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ചീട്ടുകൊട്ടാനും വീഴുന്നില്ല. ഞാൻ വിശുദ്ധ കുർബാന എടുത്ത് മുമ്പിലോട്ട് പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും അങ്ങ് മുട്ടുകുത്തുന്നു. മുട്ടുകുത്തിട്ട് കൈകൂപ്പി വൈദികനെ സൂക്ഷിച്ച് വീക്ഷിക്കുന്നു. എന്നിട്ട് എല്ലാവരും തല കുമ്പിട്ട് നിന്നിട്ട് ഞാൻ അത്ഭുതം. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സീൻ കാണുന്നത്. പുറകിലേക്ക് പോയി നമ്മൾ വലിയവർക്കൊക്കെ വിശുദ്ധ കുർബാന കൊടുത്തു. തിരിച്ചു വന്നപ്പോഴും കുഞ്ഞുങ്ങൾ അതുപോലെ നിൽക്കുന്നു. കൊച്ചു 1-ാം ക്ലാസ് മുതലുള്ള പൊടിക്കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് ആദ്യ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാനുള്ള പിള്ളേർ വരെ. ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചു, എന്താണ് സിസ്റ്റേഴ്സ് ചോദിച്ചപ്പോൾ അവർ പറയാണ്, ഇത് അവർ ആത്മനാ സ്വീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങൾ വൈദികൻ ദിവ്യകാരുണ്യം എടുത്തുകൊണ്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. എത്ര മനോഹരമാണ്. ആ കുഞ്ഞപ്പോൾ എന്തോരം ഒരുങ്ങിയായിരിക്കും ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ വേണ്ടി, ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എൻജസ് ആർമിയിൽ വർഷങ്ങളായിട്ട് 7-8 വർഷങ്ങളായിട്ട് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. എൻജസ് ആർമിയുടെ പ്രത്യേക മിനിസ്ട്രി ആണല്ലോ. പ്രീ കമ്മ്യൂണിറ്റി റിട്രീറ്റ് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പങ്കുവെക്കുകയും ചെയ്തതാണ്. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് അങ്ങനെ ഒരുക്കാന്നുള്ളത്, ഈശോയുള്ള ആ ഒരു കൊതിയിലും സ്നേഹത്തിലൊക്കെ അവരുടെ മാതാപിതാക്കളെയും. അപ്പോൾ അത് നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന നിലയിലും നിങ്ങളുടെ 4 മക്കൾ ആദ്യ കുർബാന സ്വീകരണത്തിന് വന്നപ്പോഴത്തേക്കൊക്കെ ആ ഒരു കാര്യം എങ്ങനെ സഹായിച്ചു എന്ന് പറയുന്നത് പങ്കുവെക്കാമോ? ജോസ്മോൻ്റെ ഇളയമോൻ്റെ കുർബാന സ്വീകരണത്തിന് ആയപ്പോഴാണ് ഞങ്ങൾ ഇതിൽ കൂടുതൽ ആക്റ്റീവായിട്ട് വന്നത്. തന്നെയല്ല, ആ സമയമായപ്പോഴേക്കാണ് ഈ ഒരു ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കത്തെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു ചിന്തകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്.
അപ്പോൾ ആ സമയത്ത് ചില ത്യാഗങ്ങളൊക്കെ എടുത്ത് ഈ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നു. ടെസ്ഫിക്ക് കൂടുതൽ പ്രത്യേകിച്ച് മൂന്നാമത്തെ മോളും ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട്. അവള് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവളത് മാറ്റിവെച്ചു. കുർബാന ഒരു ആദ്യ കുർബാന സ്വീകരണം വരെ പല പ്രാവശ്യം പലയിടത്തുനിന്നും അത് ആ ഭക്ഷണം കിട്ടിയിട്ടും പ്രലോഭനങ്ങൾ വന്നു. പക്ഷെ അവളത് അതിൽ നിന്ന് ഒഴിവായി ഈശോയെ സ്വീകരിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇളയ മോനും അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട വേണ്ടെന്ന് വെച്ച് ഒരുങ്ങി. അപ്പം ഇതെനിക്ക് തന്നെ വേറൊരു വശമാണ്. ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ കുർബാന സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ കാരണമാണ് പറഞ്ഞത്. അതവിടെ ഞാൻ പേടിക്കുന്നത് യൂദാസായി മാറുമെന്നാണ്. യൂദാസ് ഒരു ടിപ്പിക്കൽ കഥാപാത്രമാണ്. ആദ്യത്തെ കുർബാനയ്ക്കകത്ത് അവനും ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് യൂദാസ്. ഞാൻ യൂദാസിനെ പറ്റി ഇങ്ങനെ ഇച്ചിരി തമാശക്കാണെന്ന് മനസ്സിൽ വിചാരിക്കാറുണ്ട്. പിള്ളേർക്ക് താമസിച്ച് പള്ളി വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, മക്കളെ, ആദ്യത്തെ കുർബാനയ്ക്ക് താമസിച്ച് വന്നവനും ആദ്യത്തെ കുർബാനയിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയവനും ആദ്യത്തെ കുർബാനയിൽ ഉഴപ്പ് കാണിച്ച് പല വിചാരത്തോടെ ഇരുന്നവൻ്റെയും പേരാണ് യൂദാസ്. അങ്ങനെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങളുടെ തലതൊട്ടപ്പൻ്റെ പേരാണ് യൂദാസ്. പേടിപ്പിക്കാണ്ട് പറയുന്നതല്ല, പക്ഷേ അടുത്ത തിരുവചനം ഇച്ചിരി പ്രധാനപ്പെട്ടതാണ്. ചേട്ടൻ പറയുന്നത് എന്താ? അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പുറത്ത് അന്ധകാരമായിരുന്നു, ഇരുട്ടായിരുന്നു, അവൻ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് തിരുവചനം പറയുന്നത്. അത് വളരെ നമ്മൾ പേടിയോടെ കേൾക്കേണ്ട വചനം ഞാൻ വിചാരിക്കുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി, അവിടെ അന്ധകാരമായിരുന്നു. ഒരു അധ്യായത്തിൽ അവൻ പറയുന്നു, അവൻ പോയി തൂങ്ങിച്ചെത്തു. ഇവിടുന്ന് ഇറങ്ങിപ്പോയ പൂർണ്ണപ്രകാശമായ കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന്, ജീവൻ്റെ അപ്പമായിരുന്ന കർത്താവിൻ്റെ അൾത്താരയിൽ നിന്ന് അവൻ ഇറങ്ങി നിത്യനരകാഗ്നിയിലേക്കും മരണത്തിലേക്കും പോയി എന്നാണ് തിരുവചനം പറയുന്നത്. ഈ വിശുദ്ധ കുർബാന അയോഗ്യതയോടെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവ്യക്തതകളോടെ, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മകളോടെ, ഒത്തിരി മോശമായ ചിന്തകളോടൊക്കെ വേണ്ടത് ഒരുക്കമില്ലാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും ആ ദേവാലയത്തിലായിരിക്കുകയും ചെയ്യുന്നവർക്കുള്ള വലിയൊരു താക്കീതും പേടിപ്പിക്കുന്ന ഒരു രൂപം കൂടിയൊക്കെ തന്നെയാണ് യൂദാസ് ഞാൻ വിചാരിക്കുന്നു. ജോർജ് ചേട്ടൻ അതിനെ പറ്റി കാര്യമായിട്ട് പറയണമെന്ന് എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ യൂദാസിനെ വളരെ മുമ്പിൽ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം കൂടുതലായിട്ട് കോഷൻ എടുക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവർ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലപ്പോൾ ഞാൻ അല്പം കൂടുതലായിരിക്കും പോകുന്നത്, അതും തെറ്റല്ല, അത് അങ്ങനെ പറഞ്ഞാലും തെറ്റല്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ യൂദാസിൻ്റെ ഇഷ്യൂ നമ്മളൊന്ന് ഓർത്ത് നോക്കണം. അവൻ എന്തുകൊണ്ട്, അപ്പോൾ അവിടെ ബൈബിളിനകത്ത് ഒരു 2 പ്രയോഗങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ രാത്രിയായിരുന്നു, പുറത്തുള്ള അന്ധകാരത്തിലേക്ക് അവൻ പോയി. ഈ 2 പ്രയോഗങ്ങൾ അവിടെ ഒരുമിച്ച് വരുന്നുണ്ട്. രാത്രി പിന്നെ അന്ധകാരമല്ലാതെ രാത്രി അത്താഴം കഴിക്കുമ്പോൾ രാത്രിയായിരുന്നു എന്ന് പറയുന്നതും ഇത് യോഹന്നാനാണ് എഴുതിയിരിക്കുന്നത്. നമ്മളപ്പോൾ ഒന്ന് ഓർക്കണേ. അങ്ങനെ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പം അതിനപ്പുറത്തൊരു അർത്ഥ പുഷ്ടിയുണ്ട്. അപ്പോൾ എപ്പോഴാണ് രാത്രിയാകുന്നത്? കർത്താവിൻ്റെ കുർബാനയിൽ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ രാത്രിയാകുന്നു. അവൻ ഇറങ്ങിപ്പോകുന്നുള്ളത് പുറത്തേക്കെന്ന് മാത്രമല്ല, പുറത്തേക്കെന്നോട് പറയുന്നുണ്ട്, തീർന്നില്ല, പുറത്തുള്ള അന്ധകാരത്തിലേക്കാണ് പോകുന്നത്. ഈ അന്ധകാരം ആ ബൈബിളിനകത്ത് മൊത്തത്തിലൊരു പ്രയോഗമാണ്. പുറത്ത് അന്ധകാരം. ഈ 2 വാക്കുകൾ നരകത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഉറപ്പായിട്ടും അയാൾ പോയി തൂങ്ങിച്ചത്തോ മരിച്ചോ എന്നുള്ളതിനല്ല ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അയാൾ മരിച്ചോ അയാളുടെ ഫിസിക്കൽ ഡെത്താണ്, അതും ശരിയും കുഴപ്പമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അവൻ നരകത്തിലേക്ക് പോയി എന്നൊരു സൂചന, പോയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു സൂചന അവിടെ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ കുർബാനയിൽ കർത്താവിനെ തിരിച്ചറിയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയ ഭീകരമായൊരു കാര്യം തന്നെ, ഭീകരമായൊരു അവസ്ഥയാണ്. ഒന്ന് ഇനി അതേപോലെ തന്നെ ഓർക്കേണ്ട കാര്യമാണ്, അയോഗ്യതയോടെയാണ് അവൻ സ്വീകരിച്ചത്. കാരണം ഇവനെ ഒറ്റിക്കൊടുക്കാൻ 30 വെള്ളിക്കാശ് മടിയിൽ വെച്ച് കിലുക്കിക്കൊണ്ട് അത് കിലുങ്ങവെയാണ് ഇവൻ കുർബാന സ്വീകരിച്ചത്. ഇത് ഒരുപക്ഷെ നമ്മൾ അത്ര ക്രൂരമായ ഒരു മനോഭാവത്തോടെ കുർബാന സ്വീകരിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഇച്ചിരി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡെയിലി മാസിൽ വരുന്നുണ്ട്. താമസിച്ച് വിശുദ്ധ ബലിക്ക് ഇറങ്ങുക, ഇത് യൂദാസ് പ്രീ പ്ലാൻഡ് ആയിരുന്നു, മനസ്സിൽ നേരത്തെ തന്നെ പ്ലാൻഡ് ആണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ്. താമസിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രസകരമായ ഒരു ചോദ്യമാണല്ലോ, പ്രസംഗം കഴിഞ്ഞോ, കുർബാന കഴിഞ്ഞിട്ട് പ്രസംഗം കഴിഞ്ഞത് ചോദിച്ചിട്ടാണല്ലോ എല്ലാവരും വരുന്നത്. പ്രസംഗം കഴിഞ്ഞ് കുർബാനയ്ക്ക് വരാൻ ശ്രമിക്കൽ, കാഴ്ചവെപ്പ്, പുറത്ത് വന്ന് സ്ഥിരമായിട്ട് മോണ്ടലത്തിന് ഇരിക്കൽ, അല്ലെങ്കിൽ നമ്മുടെ കൊടിമരത്തിന് ചോട്ടിലിരിക്കൽ, ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വരുന്ന, യാദൃശ്യമായി സംഭവിക്കുന്നതല്ല, പലപ്പോഴും മനസ്സിൽ ഉറപ്പിച്ചിട്ട്. അപ്പോൾ അത് അതിനകത്ത് യൂദാസിൻ്റെ ഒരു ഭാഗഭാഗിത്വവും യൂദാസിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു വെട്ടമൊക്കെ ഇവരിനകത്തും വീണ് പോകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ എങ്ങനെ വരണമെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം അടുക്കും ചിട്ടോട് പറയാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പിതാക്കന്മാരൊക്കെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ, വിശുദ്ധരൊക്കെ എന്തുകൊണ്ടാണ് ഒരാളെങ്കിലും വിശുദ്ധ ബലിയിൽ എല്ലാ ദിവസവും പങ്കെടുക്കണമെന്ന് വാശി പിടിച്ചിരിക്കുന്നത്? എനിക്കതിനെപ്പറ്റി ഒരു ഇച്ചിരി
വിശദമായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ വിധിക്കപ്പെട്ട ആളായിരുന്നു, വിധിക്കപ്പെട്ട കുഞ്ഞാളായിരുന്നു. അങ്ങനെ ഞാൻ +2 വരെ ഏകദേശം എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ടുണ്ട്. അവസാനം ഞാൻ അച്ഛനുമായി തീർന്നു. അതെല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നി, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ദേവാലയം സാത്താൻ ആക്രമിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരു ദേവാലയമോ ഒരു പള്ളിയോ ചരിത്രത്തിലെങ്ങും സാത്താനോ ആക്രമിച്ചതായിട്ട്, ഈവൻ യുദ്ധങ്ങളിൽ നിന്ന് പോലും ദേവാലയങ്ങൾ സംരക്ഷിക്കപ്പെട്ടതായിട്ട് ഒത്തിരി അത്ഭുതങ്ങളും ചരിത്രങ്ങളും ഉണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ പിതാക്കന്മാരും വിശുദ്ധരും പറയുന്ന, ഒരു കുഞ്ഞെങ്കിലും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ പോയി വിശുദ്ധ കുർബാന പങ്കെടുത്ത് വീട്ടിലേക്ക് വരണം. കാരണം എന്താ, കുഞ്ഞ് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവൻ്റെ ഹൃദയത്തിൽ സക്രാരിയിലേക്ക് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വീട് ദേവാലയമായിട്ട് മാറി. അവൻ പോകുന്ന സ്കൂൾ ദേവാലയമായിട്ട് മാറി. അല്ലെങ്കിൽ ഒരാൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി പോകുന്ന സ്ഥലം ദേവാലയമായിട്ട് മാറി. ഈ സ്ഥലങ്ങളെ സാത്താൻ തൊടാൻ പറ്റില്ല. സാത്താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന സ്ഥലം ദേവാലയമാണെങ്കിൽ അത് ഈശോയെ സ്വീകരിച്ചിട്ട് വരുന്ന ഓരോ വ്യക്തിയുടെ ശരീരത്തെയും ആ കുടുംബത്തെയും ആ സ്ഥലങ്ങളെയുമൊക്കെ സാത്താൻ്റെ ഒരു കെട്ടുപാടുകൾക്കും തൊടാൻ പോലും ആവാത്ത വിധം സ്വർഗത്തിൻ്റെ സംരക്ഷണത്തിലായിരിക്കും. പ്രിയപ്പെട്ട കണ്ടുകൊണ്ടിരിക്കുന്നവരെ, ഇതുതന്നെയാണ് ഈ വിശുദ്ധ കുർബാനയുടെ എപ്പിസോഡിലൂടെ നമ്മൾ പങ്കുവെക്കാനും ആഗ്രഹിച്ചത്. കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു ഭവനമായിരിക്കട്ടെ നമ്മുടേത്. ആ കുടുംബത്തിന് അതിൻ്റെ അനുഗ്രഹങ്ങൾ തലമുറകളോളം ലഭിക്കും. ഞാൻ അടുത്ത ഒരു ദേവാലയത്തിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഏകദേശം 800-ലധികം വീട്ടുകാരുണ്ട്. ആ വീട്ടിലെ പള്ളിയിൽ വെച്ച് വികാരിച്ചവരോട് പറഞ്ഞാണ്, ആകെ ഒരേ ഒരു കുട്ടിയാണ് ദേവാലയത്തിൽ വിശുദ്ധ ബലിക്ക് വരുന്നത്. ഒരേ ഒരു കുട്ടി, 800-ലധികം വീട്ടുകാരുള്ള പ്രിയപ്പെട്ടവരെ. ഇത് നമ്മുടെ ഒരു വലിയ ആത്മീയ തകർച്ചയുടെ, ശുഷ്കതയുടെ അവസ്ഥയാണ്. രാവിലെയൊക്കെ നമ്മുടെ ശരീരം വർദ്ധിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി എക്സസൈസൊക്കെ ചെയ്യാൻ പോകാറുണ്ട്. രാവിലെയൊക്കെ തണുപ്പത്തൊക്കെ ആണെങ്കിൽ പോലും തലയിൽ തൊപ്പിയൊക്കെ വെച്ചും അല്ലെങ്കിൽ ഒരു കയ്യിൽ ടോർച്ചും ഒരു കയ്യിൽ നമ്മൾ വടി പിടിച്ച് പട്ടീനെ ഓടിക്കാൻ വേണ്ടിയൊക്കെ കയ്യിലൊക്കെ പിടിച്ച് നമ്മൾ വഴിയിലൂടെയൊക്കെ എത്ര പേരാ വലിയ പകലത്തേക്കാളും കൂടുതൽ രാവിലെ ഉണ്ട്. എന്തിനു വേണ്ടിയാ? ശരീരത്തെ പറ്റിയുള്ള ഓർമ്മ. പക്ഷേ ആത്മാവിൻ്റെ ഭക്ഷണമായ വിശുദ്ധ ബലിയെ പറ്റിയുള്ള ഓർമ്മയാലും തീഷ്ണതയാലും ജ്വലിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോഴത്തേനുമേ പെട്ടെന്ന് ഞാൻ ഓർത്തു പോവുക, ഒരാളെങ്കിലും ബലി സമർപ്പിക്കുക, ബലിയുടെ പ്രാധാന്യം ഒക്കെ. ഇപ്പം നമ്മൾ ഓർക്കുക, അച്ഛൻ പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള എക്സസൈസിൻ്റെ കാര്യത്തിനൊക്കെ അപ്പുറത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ യുവജനങ്ങളെ അല്ലെ കുട്ടികളെയൊക്കെ അകറ്റി നിർത്തുന്നത് ഈ എൻട്രൻസ് എക്സാമിനേഷനും എൻട്രൻസ് കോച്ചിങ്ങുമാണ്. ഞാൻ വേദനയോടെ ഓർക്കുന്ന കാര്യം, പല ക്രിസ്തീയ സ്ഥാപനങ്ങൾ പോലും ഞായറാഴ്ചയാണ് ഇതെല്ലാം വെച്ച് വിളമ്പുന്നത്. കാരണം മറ്റു ദിവസങ്ങൾ വേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രയോറിറ്റി ഇപ്പോൾ അങ്ങനെ വരുമ്പോഴെങ്കിലും ഒരു കത്തോലിക്ക സ്ഥാപനമാണെങ്കിൽ, കത്തോലിക്ക കുട്ടികളെ കൺസിഡർ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു കുർബാനയെ സംബന്ധിക്കാനുള്ള ക്രമീകരണങ്ങൾ അതുവല്ലോ സാധ്യമാണോ എന്ന് പറഞ്ഞാൽ ചോദിക്കും. എനിക്കറിയാം സാധ്യമായ സ്ഥാപനങ്ങളുണ്ട്. എൻ്റെ മോള് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിച്ചത് സ്ഥാപനത്തിൽ കുർബാനയും വേദപാഠവും കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ് കൊടുക്കും. പറ്റും, വേണമെങ്കിൽ വേലും കഴിക്കും. പക്ഷെ വേണമെന്ന് നമുക്ക് വെക്കണം. ആ ഒരു ബോധ്യം എനിക്കൊന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ആ പ്രയോറിറ്റി സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഞായറാഴ്ച തിരുസഭയുടെ കൽപ്പനപ്രകാരമുള്ള പാപത്തിന് വിധേയമായിട്ടുള്ള കാര്യമെന്ന് ഓർക്കണം, അല്ലാതെ അവനവൻ്റെ ഓപ്ഷണലല്ല. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ മധുരമഴയുടെ എപ്പിസോഡുകളിലും നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ തീം പേരൻറ്റിങ് ആയതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഫോർമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മാതാപിതാക്കളിലെ ഏറ്റവും മാതൃകാപരമായ കൗതാശിക ജീവിതവും അവരുടെ ആത്മീയ കാര്യങ്ങളിലെ താല്പര്യവും മാത്രമാണ്. നമ്മൾ ഇതിനു മുമ്പ് വന്ന എല്ലാ മധുരമഴ എപ്പിസോഡുകളിലും ഇത് തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അവസാനം പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു നിർത്തുന്നത്. കുടുംബങ്ങൾ മാതൃകളായി മാറട്ടെ. മാതാപിതാക്കൾ വിശുദ്ധ ബലിയിൽ തീഷ്ണതയുള്ള, കൊതിയുള്ള, ഒരു വിശുദ്ധ ബലി മുടക്കുന്നത് മറ്റെന്തിനേക്കാളും വലിയ വേദനയോടെ ഓർക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ എത്ര വിദൂരങ്ങളിൽ പോയി പഠിച്ചാലും എത്ര ദൂരങ്ങൾ മാറി നിന്നാലും അവർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും ആത്മന ബലിയിൽ പങ്കെടുത്തും അവർ വിശുദ്ധ കുർബാനയുടെ അഭിഷേകം നേടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലേക്ക് തമ്പുരാൻ വരാൻ നമ്മൾക്കൊരു കാരണമാകാം. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം, കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിക്കാം. തമ്പുരാന്റെ വിശുദ്ധ അൾത്താര സ്നേഹപൂർവ്വം ഒന്ന് സ്മരിക്കാം. ഗാഗുൽത്തായിലെ വിശുദ്ധ ബലി, ഈശോയുടെ കുരിശുമരണം, അതിനുശേഷമുള്ള ഉത്ഥാനം, എല്ലാം ഓർമ്മിക്കപ്പെടുന്ന, ആവർത്തിക്കപ്പെടുന്ന പരിശുദ്ധ ബലി. തമ്പുരാനെ, ഇതാണ് എൻ്റെ അഭയസ്ഥാനം. ഈ അൾത്താരയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം. അൾത്താരയിൽ എഴുന്നള്ളി വരുന്ന, മുറിക്കപ്പെടുന്ന നിന്റെ തിരുശരീര രക്തങ്ങളാണ് എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം. എൻ്റെ ആത്മാവ് ജീവിക്കേണ്ടതും എൻ്റെ ശരീരം ഏറ്റവും മനോഹര വിശുദ്ധമായ ആലയമായി തീരേണ്ടതും നിന്നെ ഭക്ഷിച്ചും നിന്നെ പാനം ചെയ്തുമാണ്. തമ്പുരാനെ, വിശുദ്ധ ബലിയിലേക്ക് കടന്നു വരാനായി മടിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ഇതുപോലത്തെ കാര്യങ്ങൾ മടിയോ എന്തെങ്കിലും തടസ്സമോ നേരിടുന്ന കുടുംബങ്ങളോ മക്കളോ ഉണ്ടെങ്കിൽ, ഈ നിമിഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങളെല്ലാം ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളിൽ സൗഖ്യം അനുഭവിക്കപ്പെടട്ടെ.
അൾത്താരയോട് സ്നേഹമുണ്ടാവട്ടെ, വിശുദ്ധ ബലിയോട് കൊതി ഉണ്ടാവട്ടെ. കുടുംബം ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിച്ച് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങുന്ന കുടുംബമായി തീരട്ടെ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ തലകൾ കുമ്പിട്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.